ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ വരുന്നത് ഒരു ഭക്ഷ്യ പച്ചക്കറി കാണിച്ചുകൊണ്ടാണ്. ഈ പാവയ്ക്കയിൽ ഔഷധമാണ് പാവയ്ക്ക, പക്ഷേ കഴിക്കുമെങ്കിലും ശരീരത്തിന് നല്ലതാണ്, എല്ലാവരും കഴിക്കണം. ഇത് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തി ഉണ്ടാക്കിയതാണ്. എൻ്റെ സംസാരം പെട്ടെന്ന് വരില്ല, നാക്ക് കുരുവി പോകും, അങ്ങനത്തെ ഒരു അസുഖം എനിക്കുണ്ട്. അതുകൊണ്ട് ആണ് പതുക്കെ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് പാർക്കിൻസൺ എന്ന അസുഖമുണ്ട്. എൻ്റെ പേര് മഞ്ജുഷ എന്നാണ്. 8 വർഷമായി അസുഖം ആരംഭിച്ചിട്ട്, പക്ഷേ വെളിയിൽ ആരെയും അറിയിക്കാതെ ഞാൻ സമൂഹത്തിലിറങ്ങി നടക്കുകയും അസുഖം വെളിയിൽ ആരെയും സഹതാപം പറ്റാതെ ജോലി ചെയ്തും വീട്ടുജോലി ചെയ്തും തൊഴിലുറപ്പ് ജോലി ചെയ്തും ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം 2-4 മാസമായിട്ട് എനിക്ക് തീരെ നടക്കാൻ വയ്യ. അങ്ങനെ ഇലക്ട്രിക് വീൽ ചെയറിലാണ് ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കൈകാലുകൾ വിറയലുണ്ടാവുകയും ശരീരത്തിന് ശക്തിയില്ലാതെ വേച്ച് വീഴും. ഇവിടെ നിൽക്കണമെന്ന് തോന്നിയാൽ ഇവിടെ നിൽക്കില്ല, ചാടി ഓടിപ്പോയി 3 അടി മുമ്പോട്ടേ നിൽക്കുകയുള്ളൂ. പിന്നെ ഒരാൾ പിടിക്കാൻ വരണം. അത് രാവിലെ 1 മണിക്കൂറും ഉച്ചയ്ക്ക് 1 മണിക്കൂറും ആ സംഭവമുണ്ട്. എനിക്ക് നിൽക്കുന്നിടത്ത് നിന്നിട്ട് ഒരു കാലെടുത്ത് വെച്ചാൽ ഓടിപ്പോകുന്ന അസുഖമാണ്. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഇടുന്നതെന്ന് വെച്ചാൽ സഹതാപം പിടിച്ചു പറ്റാനോ ആരുടെയും പണത്തിനോ വേണ്ടിയല്ല. ആൾക്കാർക്ക് പെട്ടെന്ന് ഞാൻ ഒരു വീൽ ചെയറിലായപ്പോൾ സംശയം, കുതിരയെ പോലെ കുതിച്ച് നടന്ന ഞാൻ വീൽ ചെയറിലായോ എന്ന് ആക്ഷേപം, അതിശയം, ആൾക്കാർക്ക് സഹതാപം എല്ലാം ഉണ്ട്. എനിക്ക് ആരും സഹതാപം വേണ്ട, ലൈക്ക് മതി. ഞാൻ കുറച്ച് വർഷം കൂടി ഇങ്ങനെ അങ്ങ് ജീവിച്ചോളൂ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലാണ്, ആനാവൂർ വില്ലേജിലാണ്. ഞാൻ തൊഴിലുറപ്പ് മേഖലയിൽ മേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വീൽ ചെയറിലാണ് പോകുന്നത്. 2 മാസം കൊണ്ട് പോയി സൈറ്റിലെത്തും. മലയായാലും കമ്പിടിച്ച് ഊന്ന് ഞാൻ കയറും. കള്ളപ്പണി ഞാൻ ചെയ്യില്ല. സൈറ്റിൽ പോയി ഇരുന്ന് തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും സൈറ്റിൽ പോകും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, കുറച്ച് പ്രശ്നം എൻ്റെ പേരിൽ ആരോപണങ്ങളുണ്ടായി. ഞാൻ അസുഖം അഭിനയിക്കുകയാണെന്ന്. എനിക്ക് അസുഖം അഭിനയിച്ചിട്ടിട്ട് ആരുടെയും കയ്യിൽ നിന്നും ഒന്നും നേടാൻ വേണ്ടിയല്ല. 8 വർഷമായി ചികിത്സ തുടങ്ങിയെങ്കിലും മെഡിസിൻ വാങ്ങുന്നതിനോ എൻ്റെ വീട്ടിൽ ചെലവിനുള്ളതോ സഹതാപത്തിൻ്റെ പുറത്ത് ആരും തന്നിട്ടുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, ഞാൻ ഇനിയോട്ട് വാങ്ങിക്കത്തുമില്ല. അതുകൊണ്ട് എന്നെ കളിയാക്കുന്നവരൊന്ന് മനസ്സിലാക്കണം, എനിക്കൊരു അസുഖമാണ്, പാർക്കിൻസൺസാണ്. ഞാൻ നിങ്ങളുടെ ആരെയും വീട്ടിൽ വരുന്നില്ല, ക്ഷമിക്കണം. എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ചില ആൾക്കാർ എന്നെ ആക്ഷേപിച്ചു. ഞാൻ ചുമ്മാ കാണിക്കുവാന്ന് വീൽ ചെയറിൽ പോയി. ലോകത്ത് ഏതെങ്കിലും മനുഷ്യർ അങ്ങനെ ചെയ്യുന്ന കാര്യമാണോ? അസുഖം അഭിനയിച്ചുകൊണ്ട് വീൽ ചെയറിൽ തൊഴിലുറപ്പിന് പോകുന്നു. അതും തൊഴിലുറപ്പാണ്, ഗവൺമെൻറ് വർക്കല്ല, ഓഫീസ് വർക്കല്ല. മലയിൽ പോയി മൺവെട്ടി വെട്ടിയും അതിനുള്ള പേപ്പർ വർക്കെല്ലാം ചെയ്യും. ഹലോ, വീഡിയോ മുറിഞ്ഞു പോയി. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയില്ല. പിന്നെ എനിക്ക് 7 വർഷമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ശ്രീകുമാർ സാറിൻ്റെ ചികിത്സയിലായിരുന്നു. 2-3 വർഷമായിട്ട് സാറ് പെൻഷനായി പോയതുകൊണ്ട് ഇപ്പോൾ രാമമോഹൻ സാറിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 1 മണിക്കൂറും ഉച്ചയ്ക്ക് 1 മണിക്കൂറുമാണ് അസുഖം കൂടുന്നതും വിറയലും ഓട്ടമൊക്കെ ഉള്ളത്. നിൽക്കണമെന്ന് വിചാരിച്ചാൽ നിൽക്കാൻ പറ്റൂല, അങ്ങ് ഓടിപ്പോയി വീഴാൻ. ചിലപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുപ്പിനകത്ത് പോകും. എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതുവഴി അങ്ങ് അലമാരക്കകത്താണ് കയറും, തുണി എടുക്കാൻ കയറും. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അങ്ങനെ ആവുന്നതാണ്. മെഡിസിൻ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ എനിക്ക് റെസ്റ്റ് വേണം. ഈ റെസ്റ്റ് ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അസുഖം വരുന്നത്. ഗുളിക കഴിച്ച് 1 മണിക്കൂർ കംപ്ലീറ്റ് റെസ്റ്റ് വേണം, രാവിലെയും രാത്രിയും. ഉച്ചയ്ക്ക് രാത്രി നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഞാനങ്ങ് ഉറങ്ങും, പിന്നെ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതാണ് രാവിലെ ഉച്ചയ്ക്കും പറഞ്ഞപ്പോൾ ആൾ പറയും, രാവിലെ ഉച്ചയ്ക്കും വരുന്നത് എന്തൊരു അസുഖമാണെന്ന് വിചാരിക്കും. അത് സോറി പറയാൻ പറഞ്ഞു. രാവിലെയും
ഉച്ചയ്ക്കുമാണ് എൻ്റെ പ്രധാനപ്പെട്ട മെഡിസിൻ കഴിക്കുന്നത്. രാത്രി ആകുമ്പോൾ മെഡിസിനും കഴിച്ച് ഉറങ്ങേണ്ട ഗുളികയും ഒക്കെ ഉണ്ട്. ഉറങ്ങുന്ന ഗുളികയും കഴിച്ചിട്ട് സുഖമായിട്ട് ഞാൻ ഉറങ്ങിക്കൊള്ളും. പിന്നെ എന്തോ പറയാനാ, ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. അസുഖം തീരെ കുറേ ആവാത്തതുകൊണ്ട് ശ്രീ ചിത്രയിൽ പോയി. അവിടെ പോയാൽ പെട്ടെന്ന് മാറുമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു തീരുമാനം. 6-7 വർഷമായിട്ട് മെഡിസിൻ കഴിച്ചിട്ട് അസുഖം മാറുന്നില്ല. അതുകൊണ്ട് ചിത്രയിൽ പോയി അസുഖമാകുന്നു. ചിത്രയിൽ പോയപ്പോൾ നമ്മൾ പാർക്കിൻസൺസ് ഒന്ന് അടിച്ച് നോക്കുമ്പോൾ തന്നെ ഈ അസുഖത്തിനെ കുറിച്ച് അറിയാൻ പറ്റും, എന്താണ് അസുഖം. എന്നെയും കൊണ്ട് എനിക്കറിയാം. ചിത്രയിൽ പോയാലും ഇനി ഏത് വിദേശ രാജ്യത്ത് പോയാലും എൻ്റെ അസുഖം ഒരു പെട്ടെന്ന് മാറുന്ന അസുഖമല്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു പേസ് മേക്കർ വയ്ക്കുവാണെങ്കിൽ, ചിത്രയിലെ ഡോക്ടർ പറഞ്ഞു പേസ് മേക്കർ വയ്ക്കുവാണെങ്കിൽ 5 വർഷം വലിയ കുഴപ്പമില്ലാതെ നടക്കാം. എന്നാലും ഈ മെഡിസിൻ കഴിക്കണം. എനിക്കിനിയിപ്പം വലിയ കുഴപ്പമില്ലാതെ ഇനിയിപ്പോൾ ഒരിടം കല്യാണ വീടുകളിൽ പോയാലോ ആൾക്കൂട്ടത്തിൽ പോയാലോ ഇനി പെട്ടെന്ന് അസുഖം വരും. ഇനി അതിനൊന്നും പോകാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. കല്യാണ വീടുകളിൽ താമസിച്ചും പോകും എന്ന് വെച്ചാൽ ആരെങ്കിലും വയ്യേ സുഖമുണ്ടോ എന്ന് കേട്ടാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. എനിക്കുള്ള അസുഖം അപ്പോഴാണ് പുറത്ത് വരുന്നത്. ഞാൻ കരയുമ്പോഴാണ് എൻ്റെ അസുഖം വരുന്നത്. ഇനി കൈകാലുകൾക്ക് വിറയലുണ്ടെങ്കിലും എനിക്ക് സങ്കടം വരാറുണ്ട്. അതുകൊണ്ട് ആരും ചോദിക്കുക